ഗൈസ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ടൂർ വന്ന കുട്ടികൾ ബസ്സിന്റെ അടുത്ത് നിന്ന് പാട്ടൊക്കെ ഇട്ട് കളിക്കുന്നു. ദാണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക്. നല്ല അലോയൊക്കെ ഇട്ട് നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു താറും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. ഹായ് ഗൈസ്, 3500 രൂപയ്ക്ക് ഗോവ പോയിട്ട് വന്ന വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിനകത്ത് പങ്കുവെക്കുന്നത്. ഞാൻ വിഷ്ണു. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഗോവയിൽ പോകുമ്പോഴാണ് അജീഷണ്ണൻ, ഞാൻ, ശരത്ത്, ഗോപിക, ഭീമ, പിന്നെ ഭീമയുടെ വീട്ടിൽ നിന്ന് ടോട്ടലി 4 പേരുണ്ട്. അങ്ങനെ എല്ലാവരും സതീഷൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ ഗോവയ്ക്ക് വന്നത്. ആദ്യമായിട്ടാണ് ഗോവയ്ക്ക് വന്നത്. നമ്മളെ സഞ്ചാരി ഹോളിഡേയ്സിൻ്റെ ആദ്യമായിട്ടാണ് പോലെ. ഇപ്പോൾ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ അജീഷൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയം 3 മണി, രാവിലെ 3 മണിയായിട്ടുണ്ട്. ഇന്നത്തെ ഡേറ്റ് 10-ാം തീയതിയാണ്. 10-ാം തീയതി രാവിലെ 3 മണിക്ക് ശേഷം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് ട്രെയിൻ നമ്മളിവിടുന്ന് ജനറലിനകത്ത് കയറിയിട്ട് എറണാകുളത്ത് നിന്നിട്ട് വേണം 3rd AC യിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി കൂടെ വരാനുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. വെളിയിറക്കത്തില്ല അടി. നമ്മള് ഫുഡൊക്കെ കഴിച്ച് 10:40 ട്രെയിൻ. അപ്പോഴത്തേക്ക് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ. എല്ലാവരും കഴിക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ട്. ഇടിയപ്പവും പൊറോട്ടയും മസാല ദോശയും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പം നമ്മൾ വന്നിട്ട് കുറച്ച് നേരമായി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന്. നമുക്ക് 10:40 ട്രെയിൻ. 9:30 ആയതുകൊണ്ട് 1 മണിക്കൂറുണ്ട് കേട്ടോ. എല്ലാവരും 1 മണിക്കൂറുണ്ട്. അങ്ങനെ നമുക്ക് കൊണ്ട് ട്രെയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. 10:40 എടുക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് കയറി ഇരിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ വന്ന് നിന്നെടുത്ത് തന്നെയാണ് നമ്മളുടെ ബോഗിയാണ്ട് എംജൂലാണ് നമ്മൾ കയറുന്നത്. നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിട്ടുള്ള സംഭവം. എക്കണോമി ആണെങ്കിൽ പുതിയ ക്യാബിനാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെയും അപ്പുറത്താണ് ബാക്കിയുള്ള സീറ്റുകൾ. 2 സെക്ഷനായിട്ടോ. ഇവിടെ കുറച്ച് പേർക്ക്, അവിടെ കുറച്ച് പേർക്ക്. അങ്ങനെ ടോട്ടലി 10 പേരുണ്ട്. ഇവിടെ 3, 6 പേർക്ക് കൂടെ പറ്റും. ബാക്കി 4 പേര് അവിടെ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാൻ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാം. എന്തായാലും ഇന്ന് 15 മണിക്കൂർ ട്രെയിനകത്ത് തന്നെ ഇരിക്കണം. ഇതൊക്കെ ഇവിടുന്ന് വരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തിയപ്പോഴത്തേക്ക് ബിരിയാണി മേടിച്ച്. അജീഷണ്ണം മാത്രം എന്ത് പറയും, ഷൊർണൂർ എത്തിയപ്പോഴത്തേക്ക് ബിരിയാണി മേടിച്ചു. വെളിയിൽ നിന്ന് അത് എല്ലാവരും കഴിച്ചു. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിനെ പറ്റി ആലോചിച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല ബിരിയാണി ആയിരുന്നു. അപ്പം നിങ്ങൾ റിവ്യൂ എന്താ? ഇച്ചിരി കുഴപ്പമുണ്ട്. ഇത് മുസ്ലിം കല്യാണം അല്ല, മസാല ഒഴിക്കാൻ. സമയം 11:55 രാത്രിയിൽ നമ്മൾ ഗോവ എത്താറായി. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് തിരിച്ച് ഇറങ്ങാൻ വേണ്ടി. അങ്ങനെ നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള വിശേഷം കാണാം. 5 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ് 12 മണിക്ക് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അഭിഷേക് ഗുരുവാണ് സഞ്ചാരി ഹോളിഡേയ്സ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. വണ്ടി അപ്പുറത്തോടെ കിടക്കുന്നു പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയിൽ പാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളെ പ്രൈവറ്റ് വില്ല. ഇപ്പം റൂമൊക്കെ കൊള്ളാൻ തോന്നുന്നു. അവരെ കയറി കണ്ട് ആണ്ടേ ടിവിയും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇതൊരു റൂമാണ്. കൊള്ളാം, റൂം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കളിക്കാൻ ഉനോ കാർഡും ചെസ് ബോർഡൊക്കെ ഇരിക്കുന്നുണ്ട്. കണ്ടേ, കയറി വരാൻ ഉനോ കാർഡ്, ചെസ് ബോർഡ്, പിന്നെ ഇതെന്തോന്ന് അറിയത്തില്ല. കപ്പിൾസ് ഇല്ലാത്ത എല്ലാവർക്കും ഒരു റൂം, കപ്പിൾസ് ഉള്ളവർക്ക് മാത്രം സെപ്പറേറ്റ്. തീരുമാനിക്കാം. പെൺപിള്ളേർക്കല്ല ഒരു റൂം, പെൺപിള്ളേർക്കല്ല ഒരു റൂം.
ഇതാണ്ടേ അടുത്ത റൂം കൊള്ളാം, റൂം കൊള്ളാം. ഡൈനിങ് ടേബിൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഓവൻ, സ്റ്റൗ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതാണ്ട് റൂം. ഹലോ, ഇപ്പം രാവിലെ 8 മണി ആയിട്ടുണ്ട് കേട്ടോ. വെളിയിലത്തെ വ്യൂ ഇതാ. ഒരു ഔഡി കൺവേർട്ടബിൾ കിടക്കുന്നത്, ഏതാണെന്നറിയത്തില്ല മോഡല്. അതിൻ്റെ വെളിയിലെ സ്വിമ്മിംഗ് പൂളുണ്ട്. അകത്തേതാണ് നല്ല സതീഷ് അമൃതരാജിരിക്കുന്നു. പക്ഷെ കൊള്ളാം, നല്ലൊരു ആംബിയൻസ് അവിടെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇവ പോവാന്ന് പറയാം നമ്മള്. അപ്പം നമ്മുടെ വണ്ടികൾ 4 വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ വരാണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാം. സുഖമില്ലാത്ത വണ്ടി. നമ്മുടെ വണ്ടി കാണിച്ചു. 4 ഫെസിനോ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ വരാനുണ്ട്. മറ്റേ ചേട്ടൻ വിളിച്ചു കിട്ടും. അപ്പം അവരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് 5 വണ്ടിയാണ് വേണ്ടുന്നത്. ഇപ്പം 4 വണ്ടി വന്നിട്ടുള്ളൂ. അതിന് വേണ്ടി വെയിറ്റ്. അവർ വന്നിട്ട് നമുക്ക് പോകാം. ഇവിടെ എനിക്ക് തോന്നുന്നു 2 ഹെൽമെറ്റിന് ആവശ്യമില്ല. എല്ലാവരും ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുള്ളൂ എല്ലാ വണ്ടിക്കകത്ത്. ഓക്കെ, ശരി. ഇപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേ. അവിടെ നമ്മൾ ഡിവൈനിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ. കൈ കഴുകാനും കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെല്ലാം വിളിച്ചുകൊണ്ട് പോയിട്ട് ഫുഡ് കഴിക്കാൻ കയറാം. ഇപ്പം നമുക്ക് ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട്, ഉപ്മാ ഉണ്ട്, പിന്നെ കറി ഉണ്ട്, കിഴങ്ങ് കറി, പിന്നെ ഭൂരിയുണ്ട്, നൂഡിൽസ് ഉണ്ട്. ഇത്രയാണ് നമ്മൾ കഴിക്കാനുള്ള വിഭവങ്ങൾ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഗൈസ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ ബ്ലാക്ക് മാൻ കുട്ടി കാണുന്നതുകൊണ്ട് എല്ലാവരും അവിടെ പ്ലേറ്റ് എവിടെ വെക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളെല്ലാവരും കഴിച്ചിട്ട് അഗോഡ ഫോർട്ടിലോട്ടാണ് പോകുന്നത്. അവരൊരു ഐഡിലറി അയച്ചു തന്നിട്ടുണ്ട്. ഐഡിലറി പ്രകാരം അഗോഡ ഫോർട്ട്, പിന്നെ കുറച്ച് ബീച്ചസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലങ്ങളോട്ട് പോകാം. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ജോയി, ഒരു രക്ഷയിലായിരുന്നു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഷ്ടംപോലെ എടുത്ത് തിന്നാം എന്നും പറഞ്ഞ് വെറുതെ 8 പറഞ്ഞ് എടുത്ത് ഞാൻ പറ്റും. ആവശ്യത്തിന് കഴിക്കാം. ചുമ്മാ ആവശ്യം കാർബോഹൈഡ്രേറ്റ് ഒന്നും കേട്ടത്. അങ്ങോട്ട് ഫുഡ് സൂപ്പറായിരുന്നു. നൂഡിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ അഗോഡ ഫോർട്ടിലെത്തി കേട്ടോ. ഇവിടെ വരാൻ നേരം എൻട്രി ഫീസായിട്ട് ഒരു സ്കൂട്ടറിന് 50 രൂപ വെച്ച് മേടിക്കും. നോട്ട് ദ പോയിന്റ്. അഗോഡ ഫോർട്ട് ബാ കാണാം. ഗൈസ്, അങ്ങനെ ഇത് കണ്ടോ, 10 പേരുടെ ടിക്കറ്റാണ്. ഒരാൾക്ക് 25 രൂപ വെച്ചാണ് നമ്മൾ അഗോഡ ഫോർട്ടിൽ കൊടുക്കേണ്ടത്. അപ്പം അകത്തോട്ട് കയറാം. 25 ഇടിച്ച് തകർക്കുന്ന കേട്ടോ. നമുക്ക് അങ്ങനെ നമ്മൾ വെളിയിൽ പോയി ഒടുക്കത്തെ വെയിൽ കേട്ടോ. ഒരു കണ്ണാടി 100 രൂപ, പിന്നെ ഒരു തൊപ്പി 140. അങ്ങനെ നമ്മൾ ഇത് രണ്ടും കൂടെ മേടിച്ചിട്ടാണ് കയറുന്നത്. ഭയങ്കര വെയിൽ, സഹിക്കാൻ വയ്യ. മേടിച്ചുകൊണ്ടാണ്. അതായത് ഫ്ലിപ്കാർട്ടിലൊക്കെ 200 രൂപയ്ക്ക് 2 കിട്ടുന്ന തൊപ്പിയാണ് ഇവർ 140-150 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബാച്ച് ഫുള്ളും ഉണ്ട്. വേണ്ടേ, ബാ അഗോഡ ഫോർട്ട് കാണാം. ടിക്കറ്റ് കൊടുക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇത്തരം ജോലികളുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. പണ്ട് കാലത്ത് കെട്ടിയ സംഭവമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കടൽ മാർഗം വരുന്ന ആൾക്കാരെ ഫുള്ള് കാണാൻ പറ്റുമായിരുന്നു. അതിലേക്കൂടെ കടലിലേ വരുന്നു ഫുള്ള് ഫോട്ടോ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ആക്കി അങ്ങോട്ട് പോയി കാണാം. കൊരങ്ങൻ ഒരു കാര്യമില്ലായിരുന്നു. കല്ലിന്റെ മണ്ടയിൽ നിൽക്കുന്ന കേട്ടോ. എല്ലാവരെയും കൂടെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന കണക്കായി പോകും. ഒന്നുമില്ല, കടൽ കാണാം ഈ സൈഡിൽ നിന്ന്. ഫോർട്ടിന്റെ ഒരു ചുറ്റുപാടും കാണാം. ഇതിന് നടുക്കായിട്ടേ ഇതാണുള്ള ഓരോ പില്ലറുകൾ വെച്ചേക്കുന്നത്.
വലിയ കുഴിയുണ്ട്, ഭയങ്കര കാഴ്ച. എനിക്കറിയാം അടിയിൽ എന്തോ സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, എന്തോന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ എന്തോ ബാഡ്ജിങ് കൊടുത്തേക്കുന്നു, അതുകൂടെ നോക്കിയിട്ട് നമുക്കിങ്ങ് പോകാം. ഭയങ്കര വെയിൽ, ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ എത്ര ഫോർട്ടുകളുണ്ടെന്നുള്ളതിൻ്റെ ഒരു മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി 18 എണ്ണാന്ന് തോന്നുന്നു ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓരോ കിലോമീറ്ററും എല്ലാം അഗോഡ ഫോർട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കടാ. ഓക്കെ, അഗോഡ ഫോർട്ടിന്റെ നേരത്തെ ഇപ്പോഴത്തെ ഓരോ ഇതാണ് കാണിക്കുന്നത്. ലോവർ അഗോഡയുടെ നേരത്തെ സിറ്റുവേഷൻ ഇപ്പം അവർ റിപ്പയർ ചെയ്തിട്ടുള്ളതിൻ്റെ സിറ്റുവേഷനും, പിന്നെ അതാണ് തന്നെ ചാപ്പൽ ഓഫ് കജിസ്ഥാനോ കജിസ്ഥാൻ ബസിലിയ ഓഫ് ബോം ജീസസ് ഓൾഡ് ഗോവ ഇപ്പോഴത്തെ ഇത് അവരെനിക്കൊന്ന് ഇവർ റിപ്പയർ ചെയ്ത് ശരിയാക്കിയതിന് ശേഷമുള്ള ഫോട്ടോ ഞാൻ മുന്നത്തെ കൂടെ എടുത്ത് കാണിച്ചേക്കുന്നത്. അതേപോലെ തന്നെ സെൻറ്റ് അഗസ്റ്റീൻ ചർച്ച് കോംപ്ലക്സ് ഓൾഡ് ഗോവ അതുകൊണ്ട് ഇപ്പോഴത്തെ ഇങ്ങനെ ഇരിക്കുക. ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് താഴോട്ട് പോകുമ്പോൾ ഉള്ളത് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ കയറി വന്ന വഴിയായിരുന്നു കേട്ടോ. നമുക്ക് തിരിച്ചു പോവാം. ബാ. ഇപ്പോൾ ഈ അഗോഡ ഫോർട്ടിൻ്റെ അപ്പർ അഗോഡ ഫോർട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുക. നമ്മുടെ കൂടെ വന്ന കുറച്ച് പേരൊക്കെ അങ്ങ് പോയി. അവർക്ക് ചെറിയ വെയിലടിച്ച് മൈഗ്രെയിൻ പോലെ തോന്നുന്നു പറഞ്ഞിട്ട് ബാ. അതുകൊണ്ട് നമുക്കൂടെ പെട്ടെന്ന് കണ്ടങ്ങ് ഇറങ്ങിയിട്ട് അടുത്തടുത്ത സ്ഥലങ്ങളിലോട്ട് പോവാം. ഓക്കെ. ഇവിടെ ടൂർ വന്ന കുട്ടികൾ ബസ്സിൻ്റെ അടുത്ത് നിന്ന് പാട്ടൊക്കെ ഇട്ട് കളിക്കുന്നു. ദാണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക്. ഈ കാണുന്നതാണ് ഡോൾഫിൻ പോയിന്റ്. ഈ ബോട്ടൊക്കെ അടുക്കി വെച്ചേക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഡോൾഫിൻ പോയിന്റ്. ഇവിടെ ആൾക്കാരൊക്കെ നിർത്തി ഫോട്ടോഷൂട്ടാണ് അവിടെ. ഡോൾഫിൻ ട്രിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ രണ്ടാമത് ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ബീച്ചിൻ്റെ പേര് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഗൂഗിൾ മാപ്പ് അടിച്ച് വന്നതുകൊണ്ടേ സെക്വേറിയം ബീച്ച് എന്നോ അങ്ങനെ ഉണ്ടാ പേര് പറഞ്ഞിരുന്നേ. അങ്ങനെ നമ്മൾ സിക്വേറിയം ബീച്ചിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ എല്ലായിടത്തും പോയി സിക്വേറിയം ഒക്കെ 4 രൂപയിലും മിളത്തായി 4 കരിക്കും വെള്ളം കിട്ടുമെന്ന് എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു. അപ്പം ഈ ബീച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിന് പ്രത്യേകത ഒന്നുമില്ല. പക്ഷെ എല്ലായിടത്തും പോകുന്നത് പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ. ഒരു വണ്ടിക്ക് 25 രൂപ വെച്ച്. നമുക്ക് 10,000 രൂപ ബീച്ച് പാർക്ക് ചെയ്യാൻ തന്നെ പോകുന്നത്. ഒരാൾക്ക് 25, ഒരു വണ്ടിക്ക് 50. ഒരു വണ്ടിക്ക് 250 രൂപ കേട്ടോ. ഒരു വണ്ടിക്ക് 50 രൂപ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോവർ അഗോഡയിലാണ്. ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലായിട്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ കാണാൻ നല്ല രസമാണ്. എനിക്കൊന്നൊരു വൈകുന്നേരം 4 മണിക്കൊക്കെ വന്നായിരുന്നു കാണാൻ അടിപൊളിയായിരുന്നേനെ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ബനാന റൈഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ, സ്പീഡ് ബോട്ടിങ് എല്ലാം ഇവിടെ താഴെ ബീച്ചിൽ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ കാണാനൊരു നല്ല ഭംഗിയുണ്ട്. പക്ഷെ കാറ്റുണ്ട്, അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, നമ്മളിനി തിരിച്ച് റൂമിലോട്ട് പോകണം കേട്ടോ. ഭയങ്കര വെയിൽ, കൊച്ചുങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ചെന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ അതോ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഹോട്ടലൊക്കെ കയറി അവരുടെ റേറ്റ് എങ്ങനെ നോക്കിയിട്ട് കഴിക്കണമെന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മൾ കാണിച്ചില്ല ബനാന ലീഫ് എന്ന് പറഞ്ഞ കേരള റെസ്റ്റോറൻറ്റാണ്. ഇവിടെ കയറി നോക്കി. ഇവിടെ ഒരു ഊണ് താലിക്ക് 400 രൂപ പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ കഴിച്ചെടുത്തൊന്ന് കയറി നോക്കിയിട്ട് അതോ അത് വേണ്ട നേരെ സ്വിഗ്ഗി പോയി ഓർഡർ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ രാവിലെ വന്ന കടയിൽ തന്നെയാണ് വന്നത്. അവിടെ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ബിരിയാണി കഴിച്ചു എല്ലാവരും കേട്ടോ. നല്ല ബിരിയാണി, കൊച്ചിന് ബിരിയാണി ഓൺലി. അപ്പം നമ്മൾ നേരെ ബാഗ ബീച്ചിലോട്ട് വന്നത്. നമ്മൾ കുറേ നേരം പോയി നമ്മൾ നിന്നെടുത്ത് പോയി കുറച്ച് നേരം നിന്നായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് ആയതുകൊണ്ട് കൊച്ചുങ്ങളൊക്കെ ഉള്ളതല്ലേ, കൊച്ചുങ്ങളുണ്ട്. പിന്നെ ഗോപിയ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോയത്. ഇപ്പോൾ തിരിച്ച് ബാഗ ബീച്ചിലോട്ട് വന്നിരിക്കുക. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ബാഗ ബീച്ചിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബാഗ ബീച്ച് വന്നിട്ട് ബാഗ ബീച്ചിൻ്റെ സൈൻ ബോർഡ് കാണാതിരിക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് നമുക്ക് അവിടെ വരെ പോയിട്ട് രാത്രി കാഴ്ചകൾ ഒരു രക്ഷയില്ല. ബാഗ ബീച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുള്ള് വെട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അതിലേക്കൂടെ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടു പോയിക്കൊണ്ടിരിക്കുക. കാണാൻ രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. രാത്രി എന്തായാലും വന്ന് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ ബാഗ ബീച്ച്. ആ ബാഗ ബീച്ചിന്റെ ബോർഡ് ഇരിക്കുന്ന അവിടെ മുതൽ അങ്ങ് അപ്പുറം അറ്റം വരെ ഫുള്ള് കടകൾ, റെസ്റ്റോറൻറ്റുകൾ മാത്രമാണ്. അവിടെ ഫുള്ള് കോക്ടെയില്, മോക്ടെയില്, ജ്യൂസസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മേടിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് ഈ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുപോവാം. കോളേജിലെ പിള്ളേരൊക്കെ ഉണ്ട്. ഒരു പാക്കേജിനകത്ത് വന്നെയാണ്. നമ്മൾ കേരള റെസ്റ്റോറൻറ്റിൻ്റെ കൈപ്പുണ്യമുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടാണ് അവരെല്ലാം ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴേ പോകണം.
ഗൈസ് നമ്മളൊരു കൊച്ചിൻ്റെ കച്ചിൻ്റെ കയറുന്ന ഈ സാധനങ്ങളെല്ലാം മേടിച്ച് പാവം കൊച്ച് രാത്രിയിൽ നോക്കി 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 പോന്നു. അപ്പം മേടിച്ച് നമുക്കിനി ഇത് കുട്ടികൾക്ക് കൊടുക്കാം വഴിയേ വരുന്നത്. ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത സ്വിഫ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അലോയൊക്കെ ഇട്ട് നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു താറ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഡോള്, നോർത്ത് ഇന്ത്യയിലെ ഡോള് കൊട്ടുന്ന കാണണമെന്ന്. ബട്ട് ഇന്ന് ഇവിടെ വന്നപ്പം ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ട്. ഈ സ്ഥലത്തിനും അത് കാണാൻ പറ്റി. ഇതാ ഇപ്പോൾ അവിടെ നടക്കും, നമുക്ക് അങ്ങോട്ട് പോയി കാണാം. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര മനുഷ്യനോട് നടക്കുന്നു. ഈ സ്കൂളിന്റെ 4 സൈഡിലും കുപ്പിയൊക്കെ വെച്ചിട്ട് അത് ഒറ്റ ശ്വാസത്തിൽ പോയി തട്ടിയിടുന്ന ആരാന്നൊക്കെ ഉള്ളത്. അത് അജീഷിനെ പിന്നെ ഓരോ ചലഞ്ച് ചെയ്തോണ്ടിരിക്കുന്നു. 2 ചലഞ്ചിലില്ലേ ചെയ്യാൻ പോന്നോ പറഞ്ഞേ. നിങ്ങൾ ഒരുമിച്ച് നിങ്ങളാണ് വേൾഡ് റെക്കോർഡല്ല വേറൊരു റെക്കോർഡ്. യുവർ ചോയ്സ്. അങ്ങനെ വരുന്നില്ല. 4 മൂല കംപ്ലീറ്റ് ചെയ്തു. ഐ അപ്രീഷിയേറ്റ് യു. യു കംപ്ലീറ്റ് 8 മൂല പിടിച്ചിട്ടുണ്ട്. എല്ലാണോ കണ്ടോ? നിങ്ങൾ വീഡിയോ അജീഷിനെ ഒരു ചലഞ്ച് ചെയ്യാൻ പോട്ടോ. 4 മൂലയും 2 വട്ടം കറങ്ങും. ടോട്ടൽ 8 വട്ടം കറങ്ങാനാണ് വെള്ളത്തിനടി കൂടെ ശ്വാസം ഒറ്റ ശ്വാസത്തിൽ കാണാൻ ചെയ്യുന്നത്. 5, 6, 7, 8. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് പറ്റും. ചലഞ്ചാണിത്. ബീം പോയുള്ള ചലഞ്ചാണിത്. ബീം പോയാൽ വിഷ്ണു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ സ്പോട്ട് ഫുൾ പേയ്മെന്റ്. നോ പ്രോബ്ലം. എത്ര ടൈം എടുത്താലും നമ്മൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് കട്ട് ചെയ്ത് നമുക്ക് പറയാം. കട്ട് ചെയ്യണം. ഇക്കാലത്താണല്ലോ തന്നെ തലയടിച്ച് ആശുപത്രി കൊണ്ട് തന്നെ ഓർമ്മ നോക്കാം. അക്സെപ്റ്റബിൾ ആണ്. ഒരു മനുഷ്യനെ പറ്റാവുന്നതാണ്. അക്സെപ്റ്റബിൾ ആണ്. ഈ ചാലഞ്ച് ഈ ചാലഞ്ച് ഞാൻ പുറക്കണം. ബീം ബോൾ ചാലഞ്ച് ചെയ്തു. അജീഷാണ് ചെയ്യുന്നത് എനിക്കറിയാം. പറ്റത്തില്ല. വിഷ്ണു പോർക്കണം. ബീം ബോൾ ഞാൻ പറഞ്ഞത്. ബീം ബോയ് എന്താണ് പറയാനുള്ളത്? അടുത്ത 16 റൗണ്ട് 16 റൗണ്ട് അമ്മ ചെയ്യുമോ? ഞാൻ ചത്തുകൂടാ. ചെയ്യുമോ? ഇല്ല, ചെയ്തില്ല. എനിക്ക് എന്റെ മുതലാടി എല്ലാരും സപ്തമി നീന്തി പോന്നതാ.